നാളെ നമ്മുടെ ആദ്യക്കുട്ടൻ ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോവുകയാണ്. ചേട്ടായിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അനിയത്തിയും മുന്നേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം എവിടെ പോകാൻ ഇറങ്ങിയാലും ഇങ്ങനെയാണ് കേട്ടോ. മമ്മിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും ടാറ്റയൊക്കെ കൊടുത്തിട്ടേ എവിടെയാണേലും പോവുള്ളേ. അങ്ങനെ ഞങ്ങൾ സാധനം മേടിക്കാനായിട്ട് തോപ്രാംകുടിക്കാണ് പോകുന്നത് കേട്ടോ. ദൂരോട്ടൊന്നും പോകുന്നില്ല, നമ്മുടെ ഈ തൊട്ടടുത്ത ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം വന്ന് തുണിക്കടയിലേക്കാണ് കയറിയത്. ദാ പോകുന്ന രണ്ടും കൂടെ ഓടിയാണ് പോയി തുണിക്കടയിൽ കയറിയത്. അവിടെ കയറിയപ്പോൾ നല്ലൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇതുകൊണ്ട് കുറേ പഴയ കോയിനുകളെല്ലാം അടുക്കി വെച്ചേക്കുന്നു. എല്ലാ രാജ്യങ്ങളുടെ കോയിനുകളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കളും ഇപ്പോഴത്തെ തലമുറയിലുള്ള പലരും കാണാത്ത ഒരുപാട് കോയിനുകളുണ്ട് കേട്ടോ. അവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആദ്യക്കുട്ടന് 2-3 ഉടുപ്പ് ഇട്ട് നോക്കി, ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം അവന് 2-3 ഡ്രസ്സും സോക്സും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ അതാ അവിടെ ഒരു പാവ ഇരിക്കുന്നു. ആ പാവേനെ അന്നക്കുട്ടിക്ക് വേണം. കുറേ വഴക്കുണ്ടാക്കി മമ്മിക്ക് നമ്മൾ 2 നൈറ്റിയൊക്കെ എടുത്തു. എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് എന്നതാണെങ്കിൽ അവന് തന്നെ കൈ വാങ്ങിക്കണമെന്നുള്ളൊരു നിർബന്ധമാണ് കേട്ടോ. എന്ത് മേടിച്ചാലും പൈസ കൊടുക്കല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആശാൻ തന്നെയാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് വണ്ടിയെ കയറ്റി വെച്ച് 2 പേരുടെ പുറകിൽ കയറിയിരുന്ന് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലോട്ട് വന്ന് കയറിയിരുന്ന് അപ്പോൾ തുടങ്ങും അന്നക്കുഞ്ഞ് കരച്ചില കേട്ടോ. അവർക്ക് എൻ്റെ കൂടെ വന്നിരുന്ന് വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ മതി. നമുക്കത് വലിയ കാര്യമൊന്നും ആയിട്ട് തോന്നിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ സന്തോഷങ്ങളാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഇരുത്തി അവളെ ഡാൻസ് ഒക്കെ കളിപ്പിച്ച് കുറേ നേരം തലയൊക്കെ കുലുക്കി പാട്ടൊക്കെ പാടി ഇറങ്ങിയാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് പിന്നെ മര്യാദയ്ക്ക് പുറകിൽ പോയിരുന്നോളും കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് ആദ്യക്കുട്ടൻ്റെ മുടി വെട്ടാനാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഒരു അക്വേറിയം കണ്ട് അതിൽ നോക്കിയിരിക്കുക രണ്ടും കൂടി. നേരത്തെ ആദ്യക്കുട്ടൻ മുടി വെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആ ഒരു കുഴപ്പമൊന്നുമില്ല. അവൻ നല്ല രീതിയിൽ ഇരുന്ന് തരും കേട്ടോ. എൻ്റെ മടിയിലിരിക്കണമെന്നേ ഉള്ളൂ. അവൻ്റെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ ഞാനും ഒന്ന് മുടി വെട്ടി കേട്ടോ. ആ സമയത്ത് രണ്ടും കൂടെ അവിടെ കിടന്ന് കളിക്കുവാണ്. അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 3 മണിയാവാറായി. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം വെല്ലം കഴിക്കാൻ. ആരും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് കാണാവേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവരും ഒന്ന് കുളിച്ചു, ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഓടി വന്ന് നമ്മൾ മേടിച്ച തുണിയൊക്കെ ഒന്ന് പൊട്ടിച്ച് കാണണം, അത് കാണിക്കണം, മമ്മിക്കുള്ളതൊക്കെ എടുത്ത് കൊടുക്കണം. എന്നാലേ അവന് സത്യം പറഞ്ഞാൽ സമാധാനമാവുള്ളൂ. അതുവരെ ആ പൊതിയൽ ഇങ്ങനെ നോക്കി ഇരിക്കും കേട്ടോ. അപ്പോൾ മമ്മിക്ക് മേടിച്ച നൈറ്റിയൊക്കെ എടുത്ത് കൊടുത്ത് അവന് മേടിച്ച ഡ്രസ്സുകളും എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതൊക്കെയാണ് കേട്ടോ അവന് മേടിച്ച ഡ്രസ്സുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നതിന് ഭാഗമാണ് ഈ കാണുന്നത്. അങ്ങനെ ടാറ്റായി ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആശാൻ മുടി വെട്ടിയത് നിങ്ങളെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമേ.